ഒന്നുകൊണ്ടും പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു സംഭവമാണെങ്കിൽ അത് നമുക്ക് ടൈം മാത്രമാണ് കേട്ടോ. എന്ത് വെച്ചിട്ട് നമുക്ക് അതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ ഗിവ് മൂന്നാമത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. എന്നെ സംബന്ധിച്ച് ഇതൊരു ചലഞ്ച് വീഡിയോ കൂടിയാണ്. ഞാൻ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുമോ ഇല്ലേ എന്നുള്ള എനിക്കൊരു ചലഞ്ചും കൂടിയാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ അതാ ഗൈസ്, നമ്മൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ. എനിക്കാണെങ്കിൽ ഇങ്ങനെ കുട്ടി കുട്ടി മിനി ദോശ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഉണ്ടാക്കാനും ഇഷ്ടമാണ്, അതുപോലെ തന്നെ കുഞ്ഞു ദോശ കഴിക്കാനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇങ്ങനത്തെ കുഞ്ഞു ദോശ എന്ന് പറഞ്ഞാൽ. ഈ കുഞ്ഞു ദോശയും കുറച്ച് ചട്നിയും കുറച്ച് ചമ്മന്തിയും കൂട്ടിയിട്ട് അതിലങ്ങോട്ട് മുക്കി കഴിക്കുന്നുണ്ടല്ലോ, നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. കുഞ്ഞിദോശ ആയതുകൊണ്ട് തന്നെ വേഗം കഴിക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് ചെറുപ്പത്തിലേക്ക് പോവുകയും ചെയ്യും. ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കാണുമ്പോണ്ടല്ലോ, എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര എന്താ പറയുക, ഭയങ്കര കുഞ്ഞു സാധനങ്ങളോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ്, ഞാൻ ദോശ എടുത്തിട്ട് നേരെ ഹാളിൽ പോയിരുന്നിട്ടാണ് കേട്ടോ കഴിക്കാൻ പോണത്. അപ്പോൾ ടി വി ഒക്കെ വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ദോശയ്ക്ക് കൊണ്ടുപോയിട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ എൻ്റെ 3 ബ്ലൗസ് ഉണ്ട്. അത് ഞാൻ പണ്ടത്തെ ബ്ലൗസാണ്, അപ്പോൾ അത് ഓണൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ അതൊന്ന് സ്റ്റൈഡൊക്കെ അടിച്ച് എനിക്ക് കുറച്ച് ടൈറ്റുള്ളതൊക്കെ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയി. മഴ തുടങ്ങി പിന്നെ കുളി ഒരു ടാസ്ക്കായി മാറിയേക്കാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നല്ലോണം മീൻകറി പാലൊഴിച്ച് വറ്റിച്ച് കറി വയ്ക്കാൻ പോവാണ് കേട്ടോ അമ്മ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം അതിനിടയിൽ ഒന്ന് ഡയറി ചെയ്താന്ന് വെച്ചിട്ട് നേരെ അകത്ത് വന്നു. എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ഞാനതപ്പോൾ ഡയറിയിൽ എന്തെങ്കിലും എഴുതി വെക്കും കേട്ടോ. അതുപോലെ സന്തോഷം വന്നാൽ എഴുതി വയ്ക്കും, വിഷമം വന്നാൽ എഴുതി വയ്ക്കിട്ട്. എനിക്കിപ്പോൾ എന്തോ കുറച്ച് നാളായിട്ട് ചെറിയൊരു സങ്കടം മനസ്സിലുണ്ട്. അത് കാരണം ഞാനതൊക്കെ ഡയറിയിലൊന്ന് കുത്തിക്കുറിക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും കിച്ചണിൽ പോയി നോക്കിയപ്പോൾ നല്ലപോലെ മീൻകറിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. ഉച്ചയാവാറായി പച്ച കുറച്ച് മീനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മീനെ കുറച്ച് ചാവാത്തതിനൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് ചത്തതിനൊക്കെ ഒരു കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നേരെ വീണ്ടും കിച്ചണിൽ പോയി നോക്കിയിട്ടുണ്ടല്ലോ, കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചോറെടുത്തു, കുറച്ച് കറി എടുത്തു. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ മീൻ കഷ്ണം അത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചാറാണ് എടുത്തത്. അമ്മയുടെ പ്ലേറ്റാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കുറച്ച് ഭംഗിയിൽ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ആ പ്ലേറ്റ് കാണിച്ചിട്ടുണ്ട്. എനിക്ക് സ്റ്റീൽ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ സ്റ്റീൽ പ്ലേറ്റിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ മീൻ കറി ഒഴിച്ചിട്ടുണ്ട്, മീൻ വറുത്തത്, അതുപോലെ തന്നെ പപ്പടം, അച്ചാറും മുളക് ചുരുക്കലിട്ടതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ നേരെ ഹാളിൽ പോയി ഫാനിട്ട് ലൈറ്റ് ഇട്ട് അതുപോലെ തന്നെ ടി വി ഒക്കെ ഓൺ ആക്കിയിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ താഴെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ഈ സ്റ്റീൽ പ്ലേറ്റിലുണ്ടല്ലോ കഴിക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. ചില്ല് പ്ലേറ്റ് ആകുമ്പോൾ നമ്മൾ പ്ലേറ്റിനെ കൂടെ കെയർ ചെയ്യണം. ഇതാകുമ്പോൾ ഒന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, സുഖമായി ഭക്ഷണം കഴിക്കാം. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പോയി കിടന്നുറങ്ങിയിട്ട്. അത്രേ ഉള്ളൂ, ബൈ.